ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിക്സൽ പാൻറ്റിയം. ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും തിരികെ സ്വാഗതം. ഗായ്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്ക് നല്ലൊരു 5 ഫിംഗർ ക്ലോവിനെ പറ്റിയാണ്. ഗായ്സ്, നമുക്ക് ഒരു 5 ഫിംഗർ ക്ലോ വഴി നമുക്ക് എടുക്കാം മാക്സിമം വൈപ്പും നമുക്ക് പീക്കും അങ്ങനത്തെ ഓരോ പരിപാടികൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഗായ്സ്, നമ്മൾ നേരെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എൻ്റെ ഒരു 5 ഫിംഗർ ക്ലോ സെറ്റിങ്സിൽ പോവുക. ഞാൻ കസ്റ്റം ബട്ടൺസ് എടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഗൈസ്, ഇതാണ് എൻ്റെ 5 ഫിംഗർ ക്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഇതിനകത്ത് നമുക്ക് അതായത് റൈറ്റ് സൈഡിൽ അതായത് നമ്മുടെ 2 ഫിംഗറും പ്ലസ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ 3 ഫിംഗറാണ് വരുന്നത്. നമ്മളതിൻ്റെ നമ്മുടെ ആ ഒരു റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ആ 2 ഫിംഗർ വെച്ച് ആദ്യത്തെ മണ്ടയിലത്തെ ഫിംഗർ വെച്ച് നമ്മൾ സ്കോപ്പും പിന്നെ നമ്മുടെ ജമ്പ് ബട്ടണും പിന്നെ താഴത്തെ നമ്മുടെ പീക്കും നമ്മുടെ പീക്ക് നമ്മൾ ഗൺ സെറ്റ് ചെയ്യുന്നു. അതൊക്കെ അത് നോർമൽ തന്നെയാണ് അവിടെ. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മണ്ടയിൽ അതായത് ഫയറിംഗ് ബട്ടണ് 2 നമ്മുടെ ഒരു ചൂണ്ട വിരലും ഫയറിംഗ് ബട്ടൺ നമ്മുടെ ഒരു മിഡിൽ ഫിംഗർ ആ ഒരു ഫിംഗറും പ്ലസ് താഴെ നമ്മൾ ആ ഒരു ക്രൗച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചൂണ്ട വിരലാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ നോർമൽ ആ ഒരു തമ്പ് ഫിംഗർ വെച്ച് നമുക്ക് താഴെ നമുക്ക് താഴെ നമ്മുടെ ജോയിസ്റ്റിക്ക് ഉപയോഗിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാണ് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് 5 ഫിംഗറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് 5 ഫിംഗർ ക്ലോ ആണ്. ഗൈസ്, ഇത് കുറേ യൂട്യൂബർമാരും എല്ലാവരും ഉപയോഗിച്ചൊരു 5 ഫിംഗർ ക്ലോ ആണ്. ഗൈസ്, ഇത് ഞാൻ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച് നല്ലോണം ഒരു റിസൾട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു എൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോയിലേക്ക് വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഗെയിം പ്ലേ വീഡിയോയിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും നമുക്ക് എങ്ങനെയാണ് അതായത് ഒരു 5 ഫിംഗർ ക്ലോ. പക്ഷേ ആദ്യമൊക്കെ നമുക്കിത് പാടായിരിക്കും. നമ്മളിത് യൂസ് ടു ആവുക. ഇതുമായിട്ട് പെട്ടെന്ന് ഒരാൾ 4 ഫിംഗർ കളിച്ചിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് 5 ഫിംഗറിലേക്ക് മാറുമ്പോൾ പാടായിരിക്കും. ഗൈസ്, പിന്നെ അത് യൂസ് ടു ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഗൈസ്, സോ ഗൈസ്, അപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻ മാച്ചിൽ അല്ലെങ്കിൽ ഇൻ ഗെയിമിങ് നമുക്ക് നമ്മുടെ ക്ലോ സെറ്റിങ്സ് വരുന്നത്. നമുക്ക് അത് വേണമെങ്കിൽ ജമ്പ് ബട്ടൺ ഉണ്ട്, പിന്നെ സ്കോപ്പ് ഓണാക്കുന്നത്, പിന്നെ പീക്ക് ചെയ്യുന്ന ബട്ടൺ, പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ക്രൗച്ച് ചെയ്യുന്ന ബട്ടൺ ഉണ്ട്, പ്ലസ് ഫയർ ബട്ടൺ, പിന്നെ ജോയ്സ്റ്റിക്ക്. ഇത്രേ ഉള്ളൂ. ഗൈസ്, നമുക്ക് വലിയ പാടില്ല. പിന്നെ താഴത്തെ നമ്മുടെ ആ ഒരു നമുക്ക് പ്രോൺ ചെയ്യുന്ന ബട്ടണൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഗൈസ്, നമ്മൾ നോർമൽ തന്നെ. അപ്പോൾ ഞാൻ 2-3 ഫയറിങ് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഗൈസ്, ഇത് എങ്ങനെയായിരിക്കും നമ്മൾ പീക്ക് ചെയ്ത് ഫയർ ചെയ്യുകയും നമ്മൾ ഓരോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് യൂസ് ടു ആയി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളൊരു ക്ലോ സെറ്റിങ്സ് ആണ്. ഗൈസ്, ഈ സാധനം അപ്പോൾ നമ്മൾ മാക്സിമം അത് യൂസ് ടു ആകാൻ നോക്കുക. അത് ഒരിക്കലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ നിങ്ങളിത് ട്രൈ ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ആദ്യം വിരലിനൊക്കെ വേദനെടുക്കുമായിരിക്കും. പക്ഷെ അതൊന്നും കുഴപ്പമില്ലാണ്ട് നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ്, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഗൈസ്, പിന്നെ നമുക്കൊരു സെൻസിറ്റിവിറ്റിൻ്റെ വീഡിയോയും വരുന്നുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ പുതിയതാണ് യൂട്യൂബിൽ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ഷെയർ ഒക്കെ ചെയ്യുക. താങ്ക് യു ഗൈസ്.